അരത്തായി മെസ്സേജിംഗ് ആപ്പ് ഇനി മുതൽ ഇന്ത്യയുടെ സ്വന്തം ചാറ്റിംഗ് ആപ്പ്. ഇനി ഇന്ത്യക്കും സ്വന്തമായി ചാറ്റിംഗ് ആപ്പ്. വാട്സാപ്പിന് പകരമായി ഇന്ത്യയിൽ നിർമ്മിച്ച മെസ്സേജിംഗ് ആപ്പായ അരത്തായി അറാറ്റെ എല്ലാവരും ഉപയോഗിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് പറഞ്ഞു. ചെന്നൈ ആസ്ഥാനമായുള്ള സോഹോ കോർപ്പറേഷനാണ് ഈ ആപ്പ് വികസിപ്പിച്ചെടുത്തത്. അരത്തായി ഉപയോഗിക്കാൻ എളുപ്പമുള്ളതും സുരക്ഷിതവുമാണെന്നും ധർമ്മേന്ദ്ര പ്രധാന് പറഞ്ഞു. പ്രാദേശികമായി നിർമ്മിച്ച ഈ ആപ്പിനെ എല്ലാവരും ഉപയോഗിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അരത്തായി എന്നതുകൊണ്ട് കാഷ്വൽ ചാറ്റ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഉപയോക്താക്കൾക്ക് സന്ദേശങ്ങള്, ചിത്രങ്ങള്, വീഡിയോകള്, ഡോക്യുമെന്റുകള് എന്നിവ അയക്കാനും വോയിസ്, വീഡിയോ കോളുകള് ചെയ്യാനും ചാനലുകള് കൈകാര്യം ചെയ്യാനും ഈ ആപ്പിലൂടെ സാധിക്കും. ബിസിനസ്സുകൾക്കും ഈ പ്ലാറ്റ്ഫോം ഉപയോഗപ്രദമാണ്. നിലവിലെ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് കോളുകള് അരത്തായി വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും സന്ദേശങ്ങൾക്ക് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഇല്ല എന്നതാണ് ഒരു പ്രധാന പരിമിതിയാണ്. അയച്ചയാൾക്കും സ്വീകർത്താവിനും മാത്രമേ സന്ദേശങ്ങള് വായിക്കാന് കഴിയൂ എന്ന് ഉറപ്പാക്കുന്ന ഒരു സുരക്ഷാ സംവിധാനമാണ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷന്. അരട്ടത്തായി എൻക്രിപ്റ്റ് ചെയ്ത കോളുകള് വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും സന്ദേശങ്ങളിലെ ഈ സ്വകാര്യത ലഭിക്കാത്തതിനാൽ ഉപയോക്താക്കളെ ഇത് ആശങ്കപ്പെടുത്തുന്നുണ്ട്. ശ്രീധര് വെമ്പുവും ടോണി തോമസും ചേർന്ന് 1996-ല് സ്ഥാപിച്ച മാതൃകമ്പനിയായ സോഹയാണ് ഈ ആപ്പിന് പിന്നില്. ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനി ഇമെയില്, CRM, HR, അക്കൗണ്ടിംഗ്, പ്രോജക്റ്റ് മാനേജ്മെന്റ് എന്നിവയിലായി 55-ലധികം ബിസിനസ് ആപ്ലിക്കേഷനുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 150 രാജ്യങ്ങളിലായി 130 ദശലക്ഷത്തിലധികം ഉപയോക്താക്കൾക്ക് സേവനം നൽകുന്ന സോഹോയുടെ ക്ലയന്റുകൾ എന്ന് പറയുന്നത് ആമസോണ്, നെറ്റ്ഫ്ലിക്സ്, ഡെലോയിറ്റ്, പ്യൂമ, ടൊയോട്ട, സോണി, ലോറല് തുടങ്ങിയ ആഗോള ഭീമന്മാരാണ്. ഇന്ത്യയിൽ നിർമ്മിച്ചത്, ലോകത്തിനായി നിർമ്മിച്ചത് എന്നതാണ് സോഹോയുടെ മുദ്രാവാക്യം.